ഈ ഒരു കോണ്ടന്റ് ഒരു പെർട്ടിക്കുലർ ടൈറ്റിലിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റിൻ്റെ ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരു കോണ്ടന്റോ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരൊറ്റ ടൈറ്റിലിൽ ഒരു കോൺസെൻട്രേറ്റഡ് പേഴ്സൺ ഓർ എ സിറ്റുവേഷൻ ഓർ എ സബ്സ്റ്റൻസ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കോണ്ടന്റ് അല്ല. മൊത്തം സൊസൈറ്റിയിൽ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കോണ്ടന്റാണ്. നിങ്ങളിൽ എത്ര പേര് ഈ ഒരു ന്യൂസ് ശ്രദ്ധിച്ചു കാണും എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ല. ഈ അടുത്ത് 24 ന്യൂസിൽ വന്ന ഒരു വാർത്തയാണ്. 10ഓളം ന്യൂജൻ ഗായകർ ലഹരിയുടെ പിടിയിൽ. ഓക്കെ, പലർക്കും ശരിക്ക് പാടാൻ പോലും ആകുന്നില്ലെന്ന് എക്സൈസ്. മുടിയുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കും. ഫൈൻ. ഇതിൽ 10ഓളം ന്യൂജൻ ഗായകർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിനിമയിൽ പാടുന്നവരാവാം, റാപ്പ് സിംഗേഴ്സ് ആവാം. ന്യൂജൻ പാട്ടുകാർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിൽ ഇതിൽ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ന്യൂജൻ സിംഗേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ഓടിക്കയറുന്നത് ഇവിടുത്തെ റാപ്പ് സിംഗേഴ്സിൻ്റെ മുകളിലായിരിക്കാം. ഫൈൻ. അതിലിപ്പോൾ ഒരുപാട് വലിയ വലിയ പേരുകൾ വരാം. ഞാൻ എല്ലാവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഇങ്ങനൊരു 24ൻ്റെ പോസ്റ്റ് ഞാൻ കണ്ടു. ഇത് കണ്ട പാടെ എനിക്ക് എൻ്റെ മൈൻഡിൽ ആദ്യം ഓടി വന്നെന്താ വെച്ചെങ്കിൽ ശ്രീനാഥ് വാസിൻ്റെ വിഷയം വന്നപ്പോൾ ഇവർ ഇതേപോലെ മുടീൻ്റെ സാമ്പിളും നഖത്തിൻ്റെ സാമ്പിളും ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പോലീസുകാർ. പിന്നെ അതൊന്നും എവിടെ എത്തിയില്ല. ഈ ഒരു പോസ്റ്റ് ഇതിനടിയിലുള്ള കമൻറ്റ് ബോക്സ് ഞാനിവിടെ വയ്ക്കാം. ഇതിനകത്ത് ഗ്രർ സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റെഫറിങ് ഡാപ്സി. ഓക്കെ, അതെന്താണെങ്കിലും ഡാപ്സിക്കിട്ടുള്ള കാര്യമാണ് ആ കമൻറ്റ് ബോക്സിലെ ആളുകൾ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പും കോണ്ടൻറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എവിടെയും ഇതുവരെ ഒരു പബ്ലിക്കിൽ ആരും വന്നിട്ടും കണ്ട് ഇവർ ഇതേപോലെ പരിപാടികൾക്ക് പോകുന്ന സമയത്ത് അടിച്ചിട്ട് പോകും, വലിച്ചിട്ട് പോകും എന്നുള്ളതൊക്കെ രണ്ടാൾ നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് പരസ്പരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും പ്രൂഫില്ല. മനസ്സിലായി? പ്രൂഫില്ല അതിനൊന്നും. നമുക്കിപ്പോൾ പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഇതേപോലെ ഇവൻ അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു സാധനം ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഫൈൻ. ഇങ്ങനെ പലരെക്കുറിച്ച് ഈ സാധനങ്ങൾ ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് പല ആളുകളെ കുറിച്ചിട്ടും, ഞാൻ ഇന്ന വ്യക്തി എന്നല്ല, പല ആളുകളെ കുറിച്ചിട്ടും അവൻ അതടിക്കണം അവൻ ഇതടിക്കണം എന്നൊക്കെ പലരും അങ്ങനെ തമ്മിൽ പറയാറുണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള കേസോ ആരുടെയെങ്കിലും എഗെയിൻസ്റ്റ് ഇതേപോലെ ആരെങ്കിലും വന്നിട്ട് തെളിവടക്കം ഇന്ന വ്യക്തി ഇന്ന പരിപാടിക്ക് വരുമ്പോൾ ഇന്ന സാധനങ്ങൾ ചോദിച്ചു, പറഞ്ഞു അല്ലെങ്കിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും എവിടെയും വന്നിട്ടില്ല. അൺടിൽ അൺലെസ് ഇങ്ങനെ വരാത്തിടത്തോളം കാലം, ഇങ്ങനെ പറയാത്തിടത്തോളം കാലം, ഇങ്ങനെ ഒരു വ്യക്തിക്കെതിരെ ഒരു സാധനം തെളിയാത്തിടത്തോളം കാലം ഈ പറഞ്ഞ റൂമേഴ്സ് ആയിട്ട് തന്നെ ഇത് നിൽക്കും. കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ രണ്ടാളിങ്ങനെ കൂടുന്ന സമയത്ത് ഇവ മറ്റോ മറിച്ചാന്നുള്ള സംഗതി പറയും. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും മുടി നഖമൊക്കെ കൊണ്ട് പോലീസുകാർ പോകാൻ പോവല്ലേ. ഇനി അതിൽ നിന്ന് തെളിഞ്ഞ ആരുടെയെങ്കിലുമൊക്കെ, ഇതിലിപ്പോൾ ആരുടെയും പേരൊന്നും കൊടുത്തിട്ടില്ല, 10 പേരെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരുടെയെങ്കിലും പേരോ ഡീറ്റെയിൽസോ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വന്നാൽ 10ഓളം ന്യൂജൻ സിംഗേഴ്സിൽ ആരെങ്കിലും ഇനി ടെസ്റ്റിൽ പോസിറ്റീവ് ആയാൽ, സാമ്പിളുകളിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാമ്പിൾ റിസൾട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അതാരാന്നുള്ളത് ഇവർ പറയുമോ എന്നുള്ളത് അപ്പം മനസ്സിലാക്കാം. ഇപ്പം എന്താണെന്നുണ്ടെങ്കിൽ ആരെയും പേരെടുത്ത് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു വ്യക്തി, ഫെജോ മാൻ, ഒന്നും പറയാനില്ല. ഈ ഒരു ന്യൂസ് വന്ന ഉടനെ എന്താണെങ്കിലും ഇവർക്ക് ഷെയർ ചെയ്ത് പോയിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് വന്ന ഉടനെ ഇത് ഷെയർ ചെയ്ത് പോകുന്നത് ഫെജോ, ഡാപ്സി, ബേബി ജീൻ, MHR, SA, ജോക്കർ, ഇങ്ങനെയുള്ള എല്ലാവർക്കും ഇത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടാവും ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ്. ഫെജോ ഈ പോസ്റ്റ് കണ്ട ഉടനെ ചങ്കുറപ്പോടെ പറയാൻ പറ്റും, ഈ 10ൽ ഞാനില്ല. ഫെജോ ഇട്ട സ്റ്റോറിയാണ്. അതിനുള്ളൊരു ധൈര്യമുണ്ട് ഫെജോയ്ക്ക്. അത് കൃത്യമായി ഫെജോ ചെയ്തു. വേറെ ആരും ഇങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ അടിയിൽ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് ഫെജോ, ഹനാനൊന്നും ഇതിൽ കാണില്ല എന്നൊക്കെ അവർ കുറേ പേര് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. ഇനി ഞാൻ എന്തുകൊണ്ട് ഈ ന്യൂജൻ സിംഗേഴ്സിൻ്റെ കാര്യം എടുത്ത് ഇവിടെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഈ ന്യൂസ് ഇവിടെ എടുത്ത് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിൽ വരുന്നൊരു ടോപ്പിക്കാണ് ലഹരി. ലഹരിയുടെ ഒഴുക്ക്, ലഹരിയുമായിട്ട് പിടിച്ചു, ലഹരി ഉപയോഗിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എല്ലാ ന്യൂസുകളും നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഞാനിവിടെ നീരജ് മാധവ്, കഴിഞ്ഞ ദിവസം നീരജ് മാധവിൻ്റെ ഒരു പ്രൊമോഷൻ പരിപാടിയിനിടയിൽ നീരജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നീരജ് ഇത് നിങ്ങൾ കേൾക്കണം. വിരലെണ്ണാവുന്ന ഇൻഡിപെൻഡൻ്റ് ആൽബങ്ങളെ നമ്മൾക്ക് ഓർമ്മയിലുള്ളൂ. പഴയ ചെമ്പകമേ, അല്ലെങ്കിൽ ഈസ്റ്റ് കുറച്ച് പാട്ടുകൾ, തൈക്കൂടം, അങ്ങനെ. പക്ഷെ ഇഫ് യു ലുക്ക് ഇൻ്റർനാഷണലി, സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളെക്കാൾ വലിയ സൂപ്പർ സ്റ്റാറുകൾ മ്യൂസിക് ഇൻഡസ്ട്രിയിലുണ്ട്. ടൈലർ സ്വിഫ്റ്റ് ആവട്ടെ, കാനിയ വെസ്റ്റ് ആവട്ടെ, ഡ്രേക്ക് ആവട്ടെ, കെൻഡ്രിക് ലമാർ ആവട്ടെ. അപ്പോൾ ആ രീതിയിൽ ഇൻഡിപെൻഡൻറ്റ് സ്പേസ് വളരുക തന്നെ വേണം. സിനിമയ്ക്ക്
പാരലലി നിൽക്കുന്ന ഒരു മാധ്യമമായിട്ട് വളരണം. പക്ഷെ അവർ സിനിമയിൽ പാട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. അല്ല അതിനെ അത് ബേസിക്കലി പ്യൂറിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ, പ്യൂറിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു എല്ലാത്തിൻ്റെയും എന്താ പറയാ. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് നീരജ് മാധവ് പറഞ്ഞു വെക്കുന്ന കാര്യം ട്രൂ അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞുതരാം. സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ കേരളത്തിൽ നിന്ന് ഓക്കെ ഹൈപ്പർ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് നിൽക്കുന്നത് എൻ്റെ കണ്ണിൽ ഇപ്പോൾ ഹൈപ്പർ സെലിബ്രിറ്റീസ് ആരൊക്കെയാണ്? മമ്മൂക്ക, ലാലേട്ടൻ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ്, അങ്ങനെ കുറച്ച് ആളുകളാണ് ഇവിടുത്തെ ഹൈപ്പർ സെലിബ്രിറ്റീസ്. ഒരു രാഷ്ട്രീയക്കാരിലുള്ള ഒരു സെലിബ്രിറ്റീസിനേക്കാൾ മുകളിൽ, ഓക്കെ, ഇനിയൊരു സ്പോർട്സിലുള്ളൊരു സെലിബ്രിറ്റിയേക്കാൾ മുകളിൽ, ഇനിയൊരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിലുള്ളൊരു സെലിബ്രിറ്റിയേക്കാൾ മുകളിൽ. ദ ഹൈപ്പർ സെലിബ്രിറ്റി ഫേസ് ഓഫ് മലയാളി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ സിനിമാ നടന്മാരും നടിമാരുമാണ്. ഇപ്പോൾ മഞ്ജു വാര്യരുണ്ട്, ഞാനതൊരിക്കലും വിടാൻ പാടില്ല. മഞ്ജു വാര്യരുണ്ട്, നയൻതാരുണ്ട്. അപ്പോൾ ഒരു ഹൈപ്പർ സെലിബ്രിറ്റി ഫേസ് തന്നെയാണ് ഈ പറഞ്ഞ സിനിമാക്കാർ. അവരെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതി, ഇപ്പോൾ ഇൻ്റർനാഷണലി നോക്കിയാലും ഇവരെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളാണ്. മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇതേപോലുള്ള മ്യൂസിക് പരിപാടികൾ ചെയ്യുന്ന ആളുകളാണ് അല്ലേ? ഇപ്പോൾ ഒരുപാട് പേരുകൾ നീരജ് മാധവ് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ട്രെൻഡ് നിങ്ങൾ നോക്ക്. വേടൻ, ഫെജോ, ഡാപ്സി, ബേബി ജീൻ, ജോക്കർ, കുറേ പേര് സിനിമയിലെ ഞാൻ പറഞ്ഞു ഈ ഹൈപ്പർ സെലിബ്രിറ്റീസിനെ നിങ്ങൾ വിട്. ഇനി ഇവർ വരുന്ന സ്റ്റേജ് ആണെങ്കിൽ പോലും ജെൻസി കിഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ജെൻസി കിഡ്സിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫാൻ ഫോളോയിങ് ഉള്ളതും മേ ബി ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ദുൽഖറോ ടൊവിനോ ഫഹദ് ഫാസിലോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ഇവരേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഫാൻ ഫോളോയിങ് കാണും ഞാൻ നേരത്തെ പറഞ്ഞ റാപ്പേഴ്സിൻ്റെ ഫാൻ ഫോളോയിങ് ജെൻസി കിഡ്സിൻ്റെ ഇടയിൽ. മനസ്സിലായോ? സോ ഇവർക്ക് എന്താണെങ്കിലും എന്ത് ചെയ്യാം, സിനിമയിലുള്ള ഈ ഹൈപ്പർ സെലിബ്രിറ്റീസിനായിട്ട് ഈക്വലി കട്ടക്ക് പിടിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ജനറേഷൻ്റെ വളർച്ച നിങ്ങളൊരു ഒരു പരിപാടി നോക്ക്. നിങ്ങൾ ഡാബ്സിൻ്റെ ഒരു പരിപാടി, വേടൻ്റെ ഒരു പരിപാടി, ഫെജോൻ്റെ ഒരു പരിപാടി, ക്രൗഡ് മാസീവാണ് മാൻ. ഒരു രക്ഷയുണ്ടാവില്ല, അത്രയും ആളുകൾ വരും, കുട്ടികൾ എസ്പെഷ്യലി. സോ എന്താണെങ്കിലും ഇതൊരു ഭയങ്കര പോയിൻ്റാണ് ഇവിടെ ആര് പറഞ്ഞു വെച്ചത്? നീരജ് മാധവ് പറഞ്ഞു വെച്ചത്. സോ ഇവരുടെ ഇടയിൽ ഈ ലഹരിയുടെ ഉപയോഗമുണ്ടെങ്കിൽ ദാറ്റ്സ് എ വെരി ബാഡ് തിങ്. അതിലെന്താണെന്നുണ്ടെങ്കിലും പോലീസുകാർ ഇപ്പോൾ ഈ മുടിയും പല്ലും നഖവും കൊണ്ടുപോകുന്ന പരിപാടിക്ക് എത്രത്തോളം അതിൻ്റെ ഒരു സംഗതി ഉണ്ടാവും എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ കാണുന്ന ട്രെൻഡ് എന്താ? ഇപ്പോൾ ഡാബ്സിയുടെ ആ ഒരു കുറച്ച് കാലമായിട്ടുള്ള ഡാബ്സിൻ്റെ വീഡിയോസിലൊക്കെ ഉള്ള ഒരു തരം ആരോഗൻസ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അവരുടെ ആ ഒരു റാപ്പിൻ്റെ മറുപടി ഞാൻ കഴിഞ്ഞ ഇതിലൊക്കെ സംസാരിച്ചതാണ്. ഒരു പാറ്റേൺ ആണ്. ബേബി ജീൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു, അതും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു പാറ്റേൺ അതാണ്. ഓക്കെ, അവർ ക്രൗഡ് കാണാൻ വരുന്ന ജെൻസി കിഡ്സിന് മേ ബി അത് ഡൈജസ്റ്റ് ആവും. അല്ലാതെ പുറത്തുനിന്ന് ഗാനമേള മാത്രം കണ്ട് ശീലിച്ച 90s കിഡ്സിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഒരിക്കലും നമുക്കത് ഡൈജസ്റ്റ് ആവില്ല എന്നുള്ള രീതിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കമൻറ്റ് ബോക്സിലും അവിടെ ഇവിടെയും അല്ലെങ്കിൽ കുറേ ട്രോളുകളും സാധനങ്ങളൊക്കെ ആയിട്ട് ഇവർക്കെതിരെ എന്ത് വരുന്നത്, ഈ സംഗതി ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഇവരെന്തിനാ തെറി വിളിക്കണേ, ഇവരെന്തിനാണ് ബാക്കിൽ ട്രാക്ക് ഇട്ട് പാടുന്നത്, ഇവരെന്തിനാ മറ്റേ തുണിയില്ലാതെ വന്ന് നിൽക്കണേ എന്നുള്ള സംഗതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡാബ്സിന് ബിർ മാർ ഈ സാധനങ്ങളൊക്കെ ട്രോളാവാൻ കാരണം, അല്ലെങ്കിൽ ഇത് കൂടുതൽ തെറിവിളിയിലേക്കും ചീത്തവിളിയിലേക്കും ഇത് എന്തെന്നാ അവൻ്റെ ഈ കോലം പാട്ട് എന്നുള്ള രീതിക്കൊക്കെ വരാൻ കാരണം ഇതിൻ്റെ രീതി ഒരു പക്ഷേ ആളുകളിലേക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഓക്കെയാണ്, കുറച്ച് മുമ്പത്തെ ജനറേഷൻ ഓക്കെ അല്ല എന്നുള്ള സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ ഒരു ബോഡി ലാംഗ്വേജ് ആറ്റിറ്റ്യൂഡും വെച്ചിട്ട് ഈവൻ ട്രോൾ അടക്കണേ. ഞാനിവിടെ ഒരു ട്രോൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഈ ട്രോൾ വീഡിയോനകത്തുള്ളത് നമ്മളെ മലപ്പുറത്ത് തന്നെയുള്ള ഒരു കോണ്ടൻറ് ക്രിയേറ്റർ ആയിട്ടുള്ള ഫാറൂഖിൻ്റെ ട്രോളാണ്. ഈ ട്രോളിൻ്റെ അടുത്ത് ഫാറൂഖ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ പോർഷനിൽ ഡബ്സീനെയാണ് ട്രോൾ ചെയ്യുന്നത്. ആ ഡബ്സീനെ ട്രോൾ ചെയ്തിട്ട് അവർ മറ്റേ മുളപ്പിച്ച് വിടുന്ന സാധനമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡും മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസും ഇവരുടെ ഈ പറഞ്ഞ എന്താ പറയുക കുറേ പൊട്ടിത്തെറി സാധനങ്ങളും ഈ സാധനങ്ങൾ കാണുന്ന സമയത്ത് ആളുകൾ ഇവരെ നേരെ കൊണ്ടുപോയി കിട്ടുന്ന ലഹരിയുടെ തൊഴുത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ എവിടെയും പിടിച്ചിട്ടില്ല, കേസ് വന്നിട്ടില്ല, അല്ലെങ്കിൽ പൊതുവായിട്ട് എവിടുന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഉള്ളിൽ പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇവരുടെ ഒരു അപ്പിയറൻസ് വെച്ചിട്ടാണ് ഈ സാധനങ്ങൾ പറഞ്ഞ് ഇതുവരെ പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ നഖവും മുടിയൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കൃത്യമായിട്ട് പേരുകൾ പറയണം. 10 എന്ന് പറഞ്ഞിടത്ത് ഈ 10 സ്ഥലത്ത് എത്ര പേരുടെ പോസിറ്റീവ് സാമ്പിൾസ് ഉണ്ട്, അതിൻ്റെ പേരുകൾ എന്താണെങ്കിലും പുറത്ത് വിടണം. അങ്ങനെ സൊസൈറ്റീൻ്റെ ഇടയിൽ ന്യൂജൻ കിഡ്സിനെ
ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നാളെ അവരിലേക്കും വരാനുള്ള ചാൻസസ് കൂടുതലാണല്ലോ. സോ അതെന്താണെങ്കിലും ആ ഒരു കൾച്ചർ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് സാധനം ബ്രേക്ക് ചെയ്ത് വിടേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാട് ഈ പറഞ്ഞ ആ ഒരു സംഗതി ബേബി ജീൻ ഇട്ട പോലെ തന്നെ ഇതാണ് റാപ്പേഴ്സിൻ്റെ ഒരു രീതി, ഇതൊരു ഗാനമേളയല്ല എന്നുള്ള സാധനത്തിൻ്റെ മുകളിൽ തന്നെ അതൊരു ഇൻഫർമേഷൻ ആയിരുന്നു വന്നത്. അത് ഞാനത് ഷെയർ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് ചെയ്ത് കാണാൻ പറ്റാതെ, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ പറ്റാത്തൊരു വിഷയമായിരിക്കും രണ്ട് ജനറേഷൻ രണ്ട് തട്ടിൽ നിൽക്കുന്നത്. വേടനെ കുറിച്ചും റീസെൻ്റ്ലി ഞാനിപ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. ഓക്കെ, വേടൻ്റെ പരിപാടിക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നു വേടനാണിപ്പോൾ എഗെയിൻ ട്രെൻഡിൽ കയറിയുള്ള ഫെജോവും വേടനുമാണ്. ഒരിടയ്ക്ക് ഡാബ്സിയും ബേബി ജീനും ആണെങ്കിൽ അവരിരുന്നിട്ട് വേടനും ബേബി ജീനും കയറി. വേടനും ബേബി ജീനും കയറിയപ്പോൾ വേടനെതിരെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ മറ്റേ പാട്ട് പാടുന്നതിനിടയിൽ സ്റ്റേജിൽ നിന്ന് തെറി വിളിച്ചു. പിന്നെ പാട്ട് പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറിയ സമയത്ത് സ്പീക്കറിന് മുകളിൽ കാലെടുത്ത് ചവിട്ടി. കുറേ പോസ്റ്റുകളുണ്ട്, കുറേ പോസ്റ്റുകൾ. പക്ഷേ അത് ജെൻസി കിഡ്സ് അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ലാത്ത ബാക്കി 90s അതിൻ്റെ ബാക്കിലുള്ള കിഡ്സ്, ബാക്കി പരിപാടി കിഡ്സ് എന്ന് പറയാൻ പറ്റില്ല, 90s തന്ത വൈബ്സ് എന്നെ പോലുള്ളവർക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ബാക്കി കുറേ പേർക്ക് അതൊന്നും എൻജോയബിൾ അല്ല, അവരാരും ഇത് എൻജോയ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ആകെ മൊത്തം ഒരു ലഹരിയുടെ പുകമറയിൽ നിന്നിട്ട് തന്നെയാണ് ആർക്കെതിരെയും ഇങ്ങനത്തെ പുതിയ ജനറേഷൻ്റെ ഇങ്ങനത്തെ പരിപാടികൾക്കെതിരെയുള്ള സംസാരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പുതിയ ജനറേഷനിലേക്ക് ലഹരി എത്തി, അല്ലെങ്കിൽ പുതിയ ജനറേഷൻ ലഹരി ഉപയോഗിക്കുന്നു, പുതിയ ജനറേഷൻ ലഹരിയുടെ അടിമ, പുതിയ ജനറേഷനിൽ ലഹരി ഒഴുകുന്നു. ആരൊഴുക്കുന്നു, എവിടുന്ന് വരുന്നു ലഹരി? പുതിയ ജനറേഷൻ എവിടുന്ന് കിട്ടുന്നു? ഇവിടുത്തെ 24/7 ചാനലുകൾ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്താ? ലഹരി ഉപയോഗിച്ച ഒരാളെ പിടിക്കും, ലഹരി കടത്തിക്കൊണ്ടുവരുന്ന ഒരാളെ പിടിക്കും. ലഹരി എവിടുന്ന് വരുന്നു, ആരുണ്ടാക്കുന്നു, എങ്ങനെ ഈ നാട്ടിലേക്ക് എത്തുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. നിങ്ങൾ ഈ കേരളത്തിൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഈ പിണറായി സർക്കാർ ഭരിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നത് ആദ്യത്തെ പിണറായി സർക്കാരിൻ്റെ കാര്യം മുതലാണ്. കുറച്ച് മുമ്പുള്ള നിങ്ങൾ എല്ലാ കേസുകളും, ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും നിങ്ങൾ നോക്കുക. ആദ്യ പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വെല്ലുവിളിക്കുന്നു, ആർക്കെങ്കിലും ഇതിന് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം. ആദ്യ പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഇൻ്റർ സ്റ്റേറ്റ് ബസ്സുകളും ഇൻ്റർ സ്റ്റേറ്റ് ഓടുന്ന പല ലോറികളിലും ഇഷ്ടം പോലെ സിന്തറ്റിക് സാധനങ്ങൾ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതിന് കൂട്ടുനിന്ന ഒരുപാട് ഓഫീസേഴ്സും ഇവിടെ ഈ നാട്ടിലുണ്ട്. ഇവർ തന്നെയാണ് ഇതിൻ്റെ ഇടക്ക് നിലക്കാരായി നിന്നതും കാര്യങ്ങൾ ചെയ്തതും ഇത് കണ്ണടച്ച് വിട്ടതും. സർക്കാരിന് പങ്കുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ മൊത്തത്തിലേ കുറ്റം പറയും. അങ്ങനെ ഒരു വലിയ ഫോൾട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് അതുവരെ ഇല്ലാത്ത രീതിയിലുള്ളൊരു ഒഴുക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിച്ച് പിന്നെ ഇപ്പം തടയാൻ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇപ്പം അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പെടാൻ പോണത് വലിയ വലിയ ടീംസായിരിക്കും, വലിയ വലിയ ഓഫീസേഴ്സിൻ്റെ ആവും പണി പോണത്. പക്ഷെ നടക്കൂല, ആരും അതിന് തുനിയില്ല. അപ്പോൾ ഒരുത്തൻ കുറച്ച് കഞ്ചാവ് ലഹരിയായിട്ട് പോകുന്നില്ല, അത് പിടിക്കും, അവനെ പിടിക്കും. ഇതാര് കൊടുത്തയച്ചു, അവനെ എവിടെ നിന്ന് കിട്ടി, ഇതിൻ്റെ ബാക്കിൽ ആരൊക്കെ? നോ, അത് കണ്ടുപിടിക്കാൻ ഈ ലോകേഷ് കനകരാജ് വരേണ്ടി വരും, മറ്റേ വിക്രമുമായിട്ട് ടീമുമായിട്ട്. അതായത് ഈ നാട്ടിലെ പോലീസോ മറ്റേ ടീമൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നർക്കോട്ടിക്സ് ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഡാൻസ് ആഫ്, കുറേ ടീമുണ്ട് ഇവിടെ പോലീസിനൊക്കെ. എക്സൈസ്, മറ്റത് മറച്ചത്. ഇൻ്റലിജൻസുകാർക്ക് പോലും ഒരു റിപ്പോർട്ടിലിടെ ഈ ലഹരി എവിടുന്ന ഒഴുകണം എന്നുള്ളത് ഈ നാട്ടിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഞാനിവിടെ ഒരു പത്ര ക്ലിപ്പ്, ഒരു പേപ്പർ കട്ടിങ് ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. ഫൈൻ. ഈ പേപ്പർ കട്ടിങ് ഇവിടെ ഞാൻ സൈഡിൽ വെക്കുന്നുണ്ട്. ലഹരി കേസിൽ കുടുങ്ങിയാൽ ജാമ്യത്തിലെടുക്കാനും സംഘം. ഇപ്പോൾ ഒരാൾ ലഹരി കേസിൽ കുടുങ്ങിയെന്ന് വിചാരിച്ചു, ഫൈൻ, എന്തെങ്കിലും ഇപ്പോൾ ജാമ്യം കിട്ടാവുന്ന രീതിയിലുള്ള എമൗണ്ട് ഓഫ് ലഹരി കയ്യിൽ വെച്ചിട്ടാവും കുടുങ്ങിയിട്ടുണ്ടാവും. ലഹരി കേസിൽ എക്സൈസും പോലീസിനും തലവേദനയായി വാടക ആൾജാമ്യ സംഘങ്ങൾ. ലഹരി കേസുകളിൽ അതിഥി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്താൽ കൂലി വാങ്ങി ആൾജാമ്യം നൽകാൻ പ്രത്യേക സംഘങ്ങൾ കിഴക്കൻ മേഖലകളിൽ പ്രവർത്തിക്കുന്നതായാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 5000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് ഇവർ ഈടാക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ കഞ്ചാവും ഹെറോയിനും ബ്രൗൺ ഷുഗറും ഉൾപ്പെടെ 10 പേരെ എക്സൈസ് സംഘം പിടികൂടിയെങ്കിലും ഇവരെ ജാമ്യത്തിൽ പുറത്തിറക്കുന്നതിന് എക്സൈസ് സ്റ്റേഷനിൽ ആൾജാമ്യം നിൽക്കാൻ മലയാളി സംഘങ്ങൾ സജീവമായി രംഗത്തിറങ്ങിയതോടെ ഇവർ പുറത്തിറങ്ങി വീണ്ടും ലഹരി വിൽപ്പന
പുനരാരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബംഗാൾ സ്വദേശിയെ ഹെറോയിനുമായി അറസ്റ്റ് ചെയ്തപ്പോൾ എക്സൈസ് ഓഫീസിൽ ജാമ്യമെടുക്കാൻ എത്തിയ രാസലഹരി കേസ് ഇതിനു മുമ്പ് അറസ്റ്റിലായ 2 പേരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഈ ലഹരി കേസിലകത്താവുന്നവരെ ജാമ്യത്തിൽ ഇറക്കാൻ വരെ സംഘങ്ങളുണ്ട്. സോ ഇവരുടെ റൂട്ട് നിങ്ങൾ നോക്ക്, ഇവരുടെ ഡെപ്ത് നിങ്ങൾ നോക്ക്, ഇത്ര ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ നാട്ടിലേക്ക് ഇവർ ലഹരി ഇഞ്ചെക്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്ക്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ദ കോർ പോർഷനും തുടങ്ങിയിട്ടുള്ളത് ഈ പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ ഭരണകാലത്താണ്. അതെവിടെ വീഴ്ച പറ്റി? സർക്കാർ അറിഞ്ഞിട്ടാണോ, മന്ത്രിമാർ അറിഞ്ഞിട്ടാണോ, അതോ ഉദ്യോഗസ്ഥരുടെ ഇടയിലുള്ള ചിലർ കളിച്ച കളിയാണോ? നമ്മളെ സൊസൈറ്റിയിലെ യൂത്തിനെ തലമരവിപ്പിച്ച് കഴിഞ്ഞാൽ, നമ്മളെ സൊസൈറ്റിയിലെ യൂത്തിൻ്റെ തലച്ചോറില്ലാതാക്കി കഴിഞ്ഞാൽ, അവരുടെ ബോധമില്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നോർത്തിലെ പോലെ ഇവിടെയും ഒന്നിനും മണ്ണിനും ചാണകത്തിനും പറ്റാത്ത രീതിയിലുള്ള ഒരു യൂത്ത് വളർന്നു വരണം എന്നുള്ള ഇൻട്രസ്റ്റ് ആരുടെ ഇടയിലാണുള്ളത്? ആർക്കാണുള്ളത്? അവിടെ ദർ ദ ആൻസർ. ഞാൻ പറയുന്നു, കേരളത്തിലെ യുവത്വത്തിൻ്റെ തലമരവിക്കണം. ബുദ്ധിയും ബോധവും നഷ്ടപ്പെട്ട യുവജനത ഇവിടെ കേരളത്തിൽ വളർന്നാൽ മാത്രം അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അവരുടെ ബിസിനസ് ലാഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരാളും നാളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ യൂത്ത് മൊത്തം ഈ സിന്തറ്റിക് സാധനത്തിൻ്റെ മുകളിൽ തീർന്നു പോകണമെന്ന് തീരുമാനിച്ച വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പുകൾ ആരൊക്കെ? ഇവിടുത്തെ പോലീസിനോ ഇൻ്റലിജൻസിനോ ഇതൊന്നും ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അമേരിക്കയെന്നോ അല്ലെങ്കിൽ മറ്റേ ഇറാഖെന്നൊക്കെ വിടുന്ന ഏതെങ്കിലും ഒരു മിസൈലോ അല്ലെങ്കിൽ അവിടുത്തെ പ്ലാനിങ്ങോ വരെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ഇൻ്റലിജൻസ് സിസ്റ്റം ഇവിടെ ഉണ്ട്. ഈ നാട്ടിലേക്ക് ലഹരി കൊണ്ടുവരുന്ന ആരാന്ന് കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. പറ്റാഞ്ഞിട്ടല്ല, കണ്ടുപിടിച്ചാലും കാര്യമില്ല. കാരണം ഇതിൻ്റെയൊക്കെ ബാക്കിലുള്ളത് അതിനും വലിയ വലിയ ടീമുകളാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഓക്കെ, ഇനി ഞാനിവിടെ എൻ്റെ നാട്ടിൽ തന്നെ മലപ്പുറത്തുള്ള മഞ്ചേരിയുള്ള ഒരാളുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ വായിച്ചു തരാം. എൻ്റെ നാടായ മഞ്ചേരിയിൽ മുള്ളമ്പാറ എന്ന സ്ഥലത്ത് കേന്ദ്രീകരിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വ്യാപകമായി ലഹരി ഉപയോഗവും വിൽപ്പനയും നടന്ന ഒരു സംഘത്തെ പിടിച്ചിരുന്നു. ആ പ്രദേശത്തെ പൗരപ്രമുഖരും പോലീസും എക്സൈസും വിഭാഗവും എല്ലാം ചേർന്ന് ഒരു സമിതി രൂപീകരിച്ചതായിട്ടായിരുന്നു നീക്കം. അതിന് നേതൃത്വം കൊടുത്ത ഹാരിസ് എന്നയാളെ വണ്ടി ഇടിക്കാൻ നോക്കിയതും ആളുമാറി വേറെ ഒരാൾക്ക് മാരകമായ പരിക്ക് വന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ലഹരി സംഘത്തിനെതിരെ പോയാൽ നടക്കാവുന്ന വിഷയങ്ങൾ. 2 വർഷം മുന്നേ നാട്ടിലെ ഒരു സുഹൃത്ത് ലഹരിക്ക് അടിമയായതിന് പിന്നാലെ അവനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഞങ്ങൾ 5 പേർ ചേർന്ന് ഒരു ശ്രമം നടത്തി. അവൻ്റെ കൂട്ടുകാർ ആരാണെന്നും അന്വേഷിച്ചു. കൂട്ടത്തിൽ ചിലർ മേൽപ്പറഞ്ഞ സംഘങ്ങളിലുള്ളവരും ഉണ്ടായിരുന്നു. ഒരു നിർദ്ദേശം തേടുന്നതിൻ്റെ ഭാഗമായി മഞ്ചേരിയിലുള്ള ഒരു കൗൺസിലിംഗ് വിദഗ്ധനെ വിളിച്ചു. അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ പറയാം. NDPS കേസ് ബന്ധപ്പെട്ട് നോട്ടപ്പുള്ളികളായ പലരിൽ നിന്നും മാസപ്പടി വാങ്ങുന്ന ഏമാന്മാർ വരെ പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട്. ആത്മാർത്ഥമായി പണിയെടുക്കുന്നവരെയല്ല കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ലഹരി ടീമിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്ന ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥരുണ്ട്. ഇദ്ദേഹം സ്റ്റേജ് പട്ടിക ഒരു ലഹരി വിമുക്ത ബോധവൽക്കരണ പരിപാടിയിൽ അങ്ങനെ മാസപ്പടി വാങ്ങുന്ന ഒരാൾ കയറി പ്രസംഗിച്ച സംഭവം വരെയുണ്ട്. ഇതിനു പുറമെ NDPS കേസ് വാദിക്കാൻ മാത്രം ഒരു വക്കീൽ നെറ്റ്വർക്കും ഈ മാഫിയകളിൽ നിന്നും മാസം തോറും എച്ചിൽ വാങ്ങി തിന്നുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച്, പോലീസ്, ബാക്കി ഓഫീസർമാർ വിത്ത് അഡ്വക്കേറ്റ്സ്, ഈ സിസ്റ്റം, ഇവരുടെ ഈ നെക്സസ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചു. ലഹരി മാഫിയയുടെ നെക്സസ്. പൊളിറ്റീഷ്യൻസ് ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, ആൻഡ് വക്കീലന്മാരുണ്ട്. പിന്നെ ഇവർക്ക് എന്താ കുറവുള്ളത്? ഈ നാട്ടിലെ യൂത്തിനെ മൊത്തം ഇവർക്ക് ബ്രെയിൻ ഫ്രീസ് ആക്കി കളഞ്ഞൂടെ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട്? അവർക്ക് ആർക്കുണ്ട് ഇത്ര ബാക്കപ്പുള്ള സിസ്റ്റം? എനിക്ക് തോന്നുന്നു ഗോഡ് സ്മഗ്ലിങ് ചെയ്യുന്നവർക്ക് പോലും ഇത്രത്തോളം ബാക്കപ്പുള്ളൊരു സിസ്റ്റം കാണൂല. എന്തായാലും വീട്ടുകാരെ കുറേ പൈസ പൊട്ടി എന്നല്ലാതെ ഞങ്ങളെ സുഹൃത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമൊന്നും ഫലം കണ്ടില്ല. ഒരു കാര്യം കൂടി നടന്നു. അധികാരികൾ എത്രത്തോളം നിഷ്ക്രിയരാണ് എന്ന് നന്നായി തിരിച്ചറിഞ്ഞു. മേൽപ്പറഞ്ഞ സംഭവം വികാസങ്ങൾക്കിടയിൽ മനസ്സിലൊരു വാശി വന്നിരുന്നു. ഈ സാമൂഹിക വിപത്തുകളെ ഒന്ന്
ഉള്ളിൽ കയറ്റണം എന്ന വാശി. മഞ്ചേരി കേന്ദ്രീകരിച്ചും ജില്ല കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്ന ആൻറ്റി നർക്കോട്ടിക് സ്ക്വാഡിന് മുഴുവൻ ആ മാഫിയയുടെ വിവരം കൊടുത്തു. വകുപ്പ് മന്ത്രി MP രാജേഷിൻ്റെ പേഴ്സണൽ സെക്രട്ടറി N ശശിധരൻ നായർക്ക് നിരന്തരം ബന്ധപ്പെട്ടു. എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ അയാൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു മാസ് മെമ്മോറാണ്ടം തയ്യാറാക്കി നൽകി. കുറച്ച് ആളുകളുടെ ഒപ്പും ശേഖരിച്ചു അയച്ചു കൊടുത്തു. ഫലം തീർത്തും നിരാശാജനകം. അവർ ആ കേസിൻ്റെ പിന്നാലെ കൂടുമെന്ന് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. തന്ന മെമ്മോറാണ്ടം ഒരു റെസീറ്റ് തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. 5-10 തവണ പറഞ്ഞു, തന്നില്ല. വകുപ്പ് തല മന്ത്രിക്ക് മെമ്മോറാണ്ടം കൊടുത്തിട്ട് വരെ നോ യൂസ്. ഇവിടെയായി ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഇപ്പം ഭരിക്കുന്ന പാർട്ടി ഇത് ഒന്നില്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. അത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞത് ഏത് ബിസിനസ് ജയൻസിന് വേണ്ടിയിട്ടാണെന്നുള്ളത് കൃത്യമായി നിങ്ങൾ ആലോചിക്കണം. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറയും, ഇവിടുത്തെ ഹോസ്പിറ്റൽസിനടക്കം ഇതിൽ ടൈപ്പുണ്ട്, ഉണ്ടാവും. നമ്മൾ ഉറപ്പിച്ചോ. രാഷ്ട്രീയക്കാർ, മതനേതാക്കന്മാർ, പോലീസുകാർ, വക്കീലന്മാർ അടുത്ത ബിസിനസ്സാണ്. ബിസിനസ്സുകാരിൽ ഏറ്റവും സോളിഡ് പങ്കുണ്ടാവും ഇവിടുത്തെ ഹോസ്പിറ്റൽസിനായിരിക്കും. ആൻഡ് മരുന്ന് മാഫിയയ്ക്കും. ചില്ലറ ടീംസ് അല്ല. ഇനി ഏറ്റവും പുതിയതായി വന്ന വാർത്ത ഓർമ്മിപ്പിക്കാം. താമരശ്ശേരിയിൽ മകൻ ഉമ്മയെ വെട്ടിക്കൊന്ന സംഭവം കഴിഞ്ഞില്ല. വളാഞ്ചേരി താമസിക്കുന്ന നിസാം എന്ന പയ്യൻ ലഹരിയിൽ നിന്ന് മോചിതനായി തിരിച്ചു വന്ന ശേഷം ലഹരി മാഫിയകൾക്കെതിരെ ചില വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടർ ചാനലിൽ നൽകി. വാർത്ത വന്ന് 2-ാം ദിവസം നിസാമിനെ മാരകമായി ആക്രമിച്ചു വധഭീഷണി കൊടുത്തു. ആദ്യം സൂചിപ്പിച്ച മുള്ളമ്പാറ താമസിക്കുന്ന ഹാരിസിൻ്റെ തല തല്ലിപ്പൊളിച്ച് മങ്കട സ്റ്റേഷനിൽ ഒരു കേസ് ചാർജ് ചെയ്തിരുന്നു. 4 ദിവസം മുന്നേ ഇതാ അയാളുടെ ഹോട്ടൽ കല്ലെറിഞ്ഞു പൊട്ടിച്ചിരിക്കുന്നു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, പോലീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയ ബന്ധപ്പെട്ടവരോട് നിങ്ങൾ അർപ്പിതമായ കർത്തവ്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ചുരുങ്ങിയത് ബാക്കിയുള്ളവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നിങ്ങൾ നോക്കണം. പൊതുജനങ്ങളെ ഇത്തരം ദ്രോഹികൾ വലിച്ചിട്ട് കൊടുക്കാതിരിക്കുക. ആത്മാർത്ഥമായുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ അധികാരികളിൽ നിന്നുണ്ടായതായി തോന്നിയിട്ടില്ല. വിമുക്തി എന്ന ഒരു പദ്ധതി കടലാസിൽ മാത്രം ചുരുങ്ങുന്ന അവസ്ഥ. അതിനപ്പുറം റൂട്ട് ലെവലിൽ എത്തിക്കാനോ അതിൻ്റെ പൂർണ്ണതയിൽ കൊണ്ടുവരാനോ കഴിയുന്നില്ല. സഭാരേഖകളിൽ ഇടയ്ക്ക് 2 കോളം, ഇൻസ്റ്റാഗ്രാമിൽ 30 സെക്കൻഡ് റീൽസ്, പ്രഹസനത്തിനു വേണ്ടി ബോധവൽക്കരണ ക്ലാസുകൾ. ഇതൊന്നുമല്ല വേണ്ടത്. നാടിനെ ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ അടിമുടി പണിയെടുക്കണം. സത്യമല്ലേ? അല്ലാതെ വേറെ വല്ല പരിപാടി നടക്കൂടെ? ഇല്ല. നിശ്ചയദാർഢ്യമുള്ള ഇടപെടൽ വേണം. ഒരു കാര്യം ഉറപ്പാക്കാൻ, അധികാരികളും ഉദ്യോഗസ്ഥരും കണ്ണടയ്ക്കാതെ ഇത് നടക്കില്ല. മാഫിയകളും അത്തരം തുരങ്കബന്ധം വയ്ക്കുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്ന പോലീസ്, എക്സൈസ്, വക്കീൽ നെറ്റ്വർക്ക് പൊട്ടിക്കണം. സമൂഹത്തിനെയും വരും തലമുറയെയും നശിപ്പിക്കാൻ ശപഥം ചെയ്തിറങ്ങിയ ക്രിമിനലുകളെ ആഴിക്കുള്ളിൽ കിടത്തണം. കൗൺസിലിംഗ്, ചികിത്സകളും ആവശ്യമുള്ള ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. രക്ഷപ്പെട്ടു വരുന്നവരെ സംരക്ഷിക്കണം. നാടിനെ ലഹരി മുക്തമാക്കാൻ തുനിഞ്ഞിറങ്ങിയവരുണ്ടെങ്കിൽ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. എല്ലാത്തിനുമുപരി കള്ളപ്പണം ഒഴുകുന്ന ഒരു സ്രോതസ്സു കൂടിയാണ് സ്മഗ്ലിംഗ്. പൊതുജനങ്ങൾക്ക് മാതൃകയാവേണ്ട രാഷ്ട്രീയ നേതാക്കൾ കള്ളപ്പണത്തിൻ്റെ ഓഹരി പറ്റുന്നവർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. പ്രാഥമികമായി ഗവൺമെൻറ്, അധികാരികൾ, ഉദ്യോഗസ്ഥർ, പിന്നെ പൊതുസമൂഹത്തിന് ബാധ്യതയുണ്ട്. തന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന മട്ടിൽ നിന്നാൽ സ്വന്തം കുടുംബത്തിലും നാളെ ലഹരി കയറി വരും എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് എൻ്റെ ഒരു നാട്ടിലുള്ള തന്നെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഭയങ്കര റെലവൻ്റാണ് ഈ സാധനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് ആ വ്യക്തി അയാളുടെ ഫ്രണ്ടിനെ ഈ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടും എവിടേക്കാണോ അവൻ്റെ കൂട്ടുകെട്ട് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഇവിടുത്തെ ഗവൺമെൻറ്റും സിസ്റ്റവും ഉദ്യോഗസ്ഥരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള റിയാലിറ്റി അയാൾക്ക് മനസ്സിലായത്. നാളെ ഇതിനെതിരെ സംസാരിച്ചവരുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് കല്ലേറ് വരാം. ഇതിനെതിരെ വീഡിയോ ഇട്ട എൻ്റെ വണ്ടിക്ക് ചിലപ്പോൾ ഒരു ബസ്സോ ലോറിയോ പാഞ്ഞു കയറാം. ലഹരി മാഫിയ അത്രത്തോളം സ്ട്രോങ് ആണ് ഇപ്പോൾ കേരളത്തിൽ. ആര് ഫണ്ട് ചെയ്യുന്നു? ആരൊക്കെ ഇവരുടെ ഈ നെക്സസിനകത്തുണ്ട്? ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. കാരണം ഇത് റൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഭരണത്തിലാണ്, ഭരിക്കുന്നവരുടെ ഇടയിലാണ്, സിസ്റ്റം റൺ ചെയ്യുന്ന ഓഫീസേഴ്സിൻ്റെ ഇടയിലാണ്, നിയമം കൈകാര്യം ചെയ്യാൻ അറിയുന്ന വക്കീലന്മാരുടെ ഇടയിലാണ്.
സോ പൊതുജനം നമ്മൾ വേണം എന്ത് ചെയ്യാൻ, ഇതിനെതിരെ റിയാക്ട് ചെയ്യാൻ. ഒറ്റക്കെട്ടായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒറ്റക്കെട്ടായി നിന്നാൽ വല്ലതും നടക്കും. ഇല്ലേ നാളെ ഈ നാട്ടിലെ പല വീട്ടിലെ പല ഉമ്മമാരും പല ഉപ്പമാരും സ്വന്തം മക്കളുടെ കത്തിപ്പിടിയിലും ഹാമറിന് ചുറ്റിക്കേൻ്റെ അറ്റത്തും തീർന്നു പോകും.